ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാതുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാലഹ്. അയ്യുഹന്നാസ് ഊസികും വനഫ്സി അവ്വലൻ ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. സഹോദരന്മാരെ, സഹോദരികളെ, പടച്ചവൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ പടച്ചവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 3 പ്രാർത്ഥനകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിർബന്ധമായും അള്ളാഹു സ്വീകരിക്കും. അത് തട്ടിമാറ്റുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന ആമുഖത്തോടെയാണ് ഈ 3 പ്രാർത്ഥനകൾ ഇസ്ലാമിക ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തപ്പെടുന്നത്. 1, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ്. ഉപ്പയും ഉമ്മയും സ്വന്തം ചോരയിൽ പിറന്ന മക്കളുടെ ഗുണത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കാറുള്ളത് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ഒരിക്കലും നമ്മൾ നമ്മുടെ മക്കൾക്ക് എതിരെ പ്രാർത്ഥിക്കാറില്ല. പക്ഷെ ആ ഒരു ധാരണക്ക് ചെറിയ ഒരു തിരുത്ത് രേഖപ്പെടുത്തേണ്ട ഒരു സാമൂഹിക സാഹചര്യത്തിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. മക്കൾക്ക് എതിരെ പ്രത്യക്ഷത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറില്ലെങ്കിലും ഒരു വേള മക്കളെ കൊണ്ട് തലവേദനയും ഭാരവും പ്രയാസവുമൊക്കെ അധികരിച്ച് മക്കൾക്ക് എതിരെ ചിന്തിച്ചു പോകുന്ന ഈ പ്രാർത്ഥന എന്നത് യഥാർത്ഥത്തിൽ ചുണ്ടുകളും നാവുകളും ചലിപ്പിക്കുന്ന കേവലം പദപ്രയോഗമല്ലല്ലോ, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന തേട്ടമാണ്, വിചാരമാണല്ലോ പ്രാർത്ഥന. ഒരു പക്ഷേ മക്കൾക്ക് എതിരെ ചിന്തിച്ചു പോകുന്ന, പടച്ചോനെ വല്ലാത്ത പ്രയാസമായി റബ്ബേ എന്ന് പറഞ്ഞു പോകുന്ന ഒരു സാമൂഹിക സാഹചര്യമാണ് ഇന്ന് പ്രിയമുള്ളവരെ നാട്ടിൽ നിലനിൽക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ തന്നെ മാനസികമായ ആഭ്യന്തരമായ പ്രശ്നം എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെയൊക്കെ തന്നെ രഹസ്യമായ ദുഃഖം, പ്രയാസം അത് മക്കളുടെ വിഷയത്തിലാണ് എന്ന് തുറന്നു പറയാൻ മടി കാണിക്കുന്ന, പരസ്പരം രഹസ്യമായി പങ്കുവെക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പലപ്പോഴും മുഖത്ത് മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടിലേക്ക് മക്കൾ വരുത്തി വെക്കാറുണ്ട്. മക്കളുടെ വിഷയം കൊണ്ട് സാമൂഹികമായ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ട ഗതികേട് മക്കൾ സമ്മാനിക്കാറുണ്ട്. പുതിയ തലമുറ അങ്ങനെയാണ്. ഒരു തരത്തിൽ നമ്മുടെ ട്രാക്കിലേക്ക് ഒരിക്കലും വരാത്ത, നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് മക്കൾ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി ഇന്ന് നിലനിൽക്കുകയാണ്. സാമൂഹിക പ്രതിബദ്ധതയെ ചോദ്യം ചെയ്യുന്നുണ്ട്, പടച്ചവനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു ലിബറൽ സംസ്കാരം മക്കളിൽ വളർന്നു വരുന്നുണ്ട്.
മതത്തെയും മതമൂല്യങ്ങളെയും മത നിരാസ പ്രവർത്തനങ്ങളുടെയൊക്കെ തന്നെ വക്താക്കളായി എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാമൂഹിക ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയും ഒരു തരത്തിലുള്ള സ്വതന്ത്രവാദത്തിൻ്റെ ആളുകളായി മക്കൾ മാറുന്നുണ്ട്. ഇത് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്നൊരു സംഗതിയാണ്. മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ വിവാഹം അവർക്ക് വേണ്ട, ദാമ്പത്യം വേണ്ട, അതൊക്കെ വലിയ പ്രയാസമാണ്. അവർക്ക് ലിവിങ് ടുഗദർ മതി, ഞങ്ങളുടെ ബന്ധത്തെ ആരും ചോദ്യം ചെയ്യരുത് എന്ന് പറയുന്ന പുതിയ രീതിയിലുള്ള പ്രവണതകളുമായി മുന്നേറുന്ന മക്കൾ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരും വരേണ്ടതില്ല, ആരും ഇടപെടേണ്ടതില്ല എന്ന് പറയുന്ന യുക്തിവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും മതനിരാസത്തിൻ്റെയും ഒക്കെ വക്താക്കളായി മാറുന്ന ഒരു പ്രവണത നമ്മുടെ മക്കൾക്ക് ഉണ്ട് എങ്കിൽ, ഇത്തരം മക്കളെ കൊണ്ട് ഒരു വേള ഉപ്പയും ഉമ്മയും ഒക്കെ മാനസികമായ പ്രയാസങ്ങളും എടങ്ങേറും സഹിക്കുന്നുവെങ്കിൽ, ഈ മക്കൾക്കെതിരെ ഉപ്പയും ഉമ്മയും ചിന്തിച്ചു പോയാൽ, ആലോചിച്ചു പോയാൽ, പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥന മക്കൾക്കെതിരെ തട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് രക്ഷിതാക്കൾ മക്കൾക്ക് നിർവഹിക്കുന്ന പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. അതുകൊണ്ട് മക്കൾക്ക് അനുകൂലമായി പ്രാർത്ഥിക്കാൻ പറ്റാവുന്ന രീതിയിൽ മക്കൾ അവരുടെ സാമൂഹികമായ ആദർശപരമായ ജീവിതത്തെ ക്രമീകരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ എൻ്റെ മുമ്പിലുള്ള സദസ്സ് പ്രബുദ്ധമാണ്, വിശദീകരിക്കേണ്ടതില്ല, സൂചനകൾ മാത്രമാണ്. രണ്ടാമത്തെ പ്രാർത്ഥന യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ്. അല്ലാഹു നിർബന്ധമായും സ്വീകരിക്കുന്ന പ്രാർത്ഥന. യാത്രക്കാരൻ യഥാർത്ഥത്തിൽ യാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ പ്രാർത്ഥന നിർഭരമായിട്ടായിരിക്കണം യാത്ര നിർവഹിക്കേണ്ടത്. യാത്ര എന്നത് റബ്ബിൻ്റെ കാവലും റബ്ബിൻ്റെ ഇടപെടലും അനിവാര്യമായ ഒന്നാണ്. യാത്രക്കാരൻ യാത്രയിൽ എന്തെങ്കിലും ഒരു ആവശ്യം റബ്ബുമായി പങ്കുവച്ചാൽ ആ ആവശ്യം അല്ലാഹു കേൾക്കും എന്ന് റബ്ബിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. പണ്ടൊക്കെ യാത്ര എന്നത് ശാരീരികമായ പ്രയാസമുള്ള ഒന്നായിരുന്നു. ഇന്ന് ഗതാഗത സംവിധാനമൊക്കെ സുസജ്ജമായതുകൊണ്ട് ശാരീരികമായ പ്രയാസം യാത്രക്കില്ല. പക്ഷേ മാനസികമായ പ്രയാസമുള്ള സംഗതിയാണ് യാത്ര. ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്കോ അല്ലെങ്കിൽ അടുത്ത പ്രദേശത്തേക്കുള്ള യാത്ര ഉദ്ദേശിച്ചല്ല, മറിച്ച് പ്രവാസ ലൈഫ് നയിക്കുന്ന ആളുകളുണ്ട്. പ്രവാസികൾ രാവിലെ വീട്ടിൽ നിന്ന് യാത്ര ചോദിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പം ഗൾഫിലേക്ക് പോകുമ്പോൾ അവരുടെ ശരീരം ഫ്ലൈറ്റിലാണ്, അല്ലെങ്കിൽ അവരവിടെ സൗദി അറേബ്യയിൽ ഇറങ്ങി. പക്ഷേ ഫിസിക്കൽ ശരീരം അവിടെയാണെങ്കിലും അവരുടെ മനസ്സ് നാട്, വീട്, ഉപ്പ, ഉമ്മ, കുടുംബം എന്ന നിലക്കായിരിക്കും. ആ നിലക്ക് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ തന്നെ മനസ്സ് നാട്ടിലായിരിക്കും. അതുകൊണ്ട് യാത്രക്കാരൻ, പ്രത്യേകിച്ച് പ്രവാസ ലോകത്തേക്ക് യാത്ര പോകുന്ന ആളുകൾ മാനസികമായി വലിയ പ്രയാസത്തിലായിരിക്കും. അതുകൊണ്ടായിരിക്കാം അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, യാത്രക്കാരൻ്റെ മനസ്സിൻ്റെ കിതപ്പുകളും കുതിപ്പുകളും കൃത്യമായി അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് യാത്രക്കാരൻ യാത്രയിൽ എന്തെങ്കിലും ഒരു ചോദ്യം റബ്ബുമായി പങ്കുവച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹ് കേൾക്കുമെന്നാണ്. നമ്മളൊക്കെ സാധാരണ രീതിയിൽ കച്ചവടത്തിന് വേണ്ടി, വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി, മക്കളെ പോറ്റാൻ വേണ്ടിയൊക്കെ യാത്ര ചെയ്യാറുണ്ട്. ഈ യാത്രയിൽ എന്തെങ്കിലും ഒരു വിഷയം റബ്ബുമായി പങ്കുവച്ചാൽ അള്ളാഹ് യാത്രക്കാരൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന്. അപ്പം യാത്ര തുടക്കം മുതൽ ഒടുക്കം വരെ പ്രാർത്ഥന നിർഭരമായിരിക്കണം. നമ്മൾ കറക്റ്റ് ഗതാഗത മര്യാദയൊക്കെ പാലിച്ച് കറക്റ്റ് സൈഡിലാണെങ്കിൽ പോലും മറുഭാഗത്ത് നിന്ന് വരുന്ന ഒരുത്തൻ്റെ അവിവേകം മതി നമ്മെ തട്ടിത്തെറിപ്പിക്കാൻ. അതുകൊണ്ടാണല്ലോ അള്ളാഹിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്, അല്ലേ? ടൈറ്റാനിക് തകർന്നല്ലോ. ടൈറ്റാനിക്കിൻ്റെ യാത്ര തുടങ്ങിയത് ഒരിക്കലും നശിക്കില്ല, തളരില്ല, അതിനകത്തില്ല തോന്യാസല്ലായിരുന്നു. തോന്യാസത്തിന് അറുതിയില്ലാത്ത രീതിയിൽ
പിടുത്തം വിട്ട ധിക്കാരത്തെ, റബ്ബിനെ വെല്ലുവിളിച്ചുകൊണ്ട് തുടങ്ങിയ യാത്രയാണ്. പക്ഷേ ആ യാത്ര ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താതെ അത് വഴിമധ്യേ തകർന്നു. ഇപ്പോഴും നമുക്കൊരു പാഠമാണ്. അതുകൊണ്ട് പുതിയ തലമുറ DJ പാർട്ടി, പിടുത്തം വിട്ട മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഇങ്ങനെയൊക്കെ ആഭാസത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ഇന്ന് പലപ്പോഴും യാത്ര പുറപ്പെടുന്നത്. അതുകൊണ്ട് അള്ളാഹ് റസൂൽ പറയുന്നു, യാത്ര പ്രാർത്ഥന നിർഭരമായിരിക്കണം. യാത്രയിൽ എന്തെങ്കിലും ഒരു ആവശ്യം റബ്ബുമായി യാത്രക്കാരൻ പങ്കുവച്ചാൽ ആ റബ്ബ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന്. അതുകൊണ്ട് നാം നിർവഹിക്കുന്ന യാത്രയിൽ കൃത്യമായി നമ്മുടെ മനസ്സ് തുറന്നു വെക്കാനും റബ്ബിനോട് പങ്കുവെക്കാനും നമുക്ക് കഴിയണമെന്നാണ് ആ പ്രാർത്ഥനയിലെ രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം താരങ്ങൾ, മൂന്നാമത്തെ നിർബന്ധമായും അള്ളാഹ് സ്വീകരിക്കുന്ന പ്രാർത്ഥന മദ്ലൂമിൻ്റെ പ്രാർത്ഥനയാണ്. ആരാ മദ്ലൂമ്? ഞാൻ ഒരു വ്യക്തിയെ ശാരീരികമായോ സാമ്പത്തികമായോ പ്രയാസപ്പെടുത്തിയെങ്കിൽ എനിക്ക് അറബിയിൽ പറയുന്ന പേരാണ് ലാലിം എന്ന്. എൻ്റെ ഉപദ്രവത്തിന് വിധേയനായവൻ്റെ പേരാണ് മദ്ലൂം. അല്ലേ? സാമ്പത്തികമായി കടം വാങ്ങുന്നു, അത് അടുത്ത ആഴ്ചത്താവാം, അടുത്ത മാസം തരാം, അങ്ങനെ ഇടങ്ങേറാക്കുന്നു എങ്കിൽ ഞാൻ ലാലിമാണ്. ഞാൻ ആരോടാണ് കടം വാങ്ങിയത്? ആ വ്യക്തി മദ്ലൂമാണ്. ഇനിയോ സാമ്പത്തിക വിഷയത്തിൽ മാത്രമല്ല, ശാരീരികമായി മാനസികമായി ഒരുപാട് മദ്ലൂമിങ്ങളെ സൃഷ്ടിക്കാറുണ്ട് നമ്മൾ. ഓരോ വ്യക്തിക്ക് പ്രയാസമുള്ള വാക്കോ ഒരു വാചകമോ എന്തെങ്കിലും മാനസികമായി പ്രയാസപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു വിഷയം ഞാൻ ഒരുത്തനോട് പറഞ്ഞുവെങ്കിൽ ഞാൻ ലാലിമാണ്, ആ വ്യക്തി മദ്ലൂമാണ്. ഏതുവരെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ചെറിയ പോറലുണ്ടാക്കുന്നൊരു വാക്ക് വരെ. ഞാൻ ഒറ്റ ഉദാഹരണം പറയട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തിൽ ഹുജറാത്തിൽ വലാ തനാബസൂ ബിൽ അൽഖാബ് എന്ന ഒരു ആയത്തുണ്ട്. എന്താ അർത്ഥം? നിങ്ങൾ ആരും അൽഖാബ് വിളിക്കാനേ പാടില്ല. എന്താ അൽഖാബിൻ്റെ അർത്ഥം? ഞാൻ ജനിച്ച സമയത്ത് ഉമ്മയും ഉപ്പയും ഇട്ടൊരു പേര് എനിക്കുണ്ട്, റിക്കാർഡിക്കലി പേരുണ്ട്, നമുക്കൊക്കെ പേരുണ്ട്. ഈ പേരിന് പുറമെ നാട്ടിലും വീട്ടിലുമൊക്കെ നമ്മളെ ഓമനിക്കാൻ വിളിക്കുന്ന മറ്റൊരു പേരുണ്ടാകും. ഈ രണ്ട് പേരുകൾക്കും പുറമെ ഒരു വ്യക്തിയുടെ എന്തെങ്കിലും ശാരീരികമായ വൈകല്യം കണക്കിലെടുത്ത് പ്രാദേശികമായി സമൂഹം അവന് ചാർത്തിക്കൊടുക്കുന്ന മറ്റൊരു പേരുണ്ട്. ഈ പേരിന് ടൈറ്റിൽ പേര് എന്നോ പല രീതിയാണ് ഈ പേര് അറിയപ്പെടുക. ഈ പേരിനാണ് അറബിയിൽ ലഖബ്, അൽഖാബ് എന്ന് പറയാം. സാധാരണ ഈ പേര് വീഴാൻ ദൗർഭാഗ്യം സിദ്ധിക്കുക അധ്യാപക സമൂഹത്തിനാണ്. ഒരു പുതിയ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നാൽ എത്ര കച്ചറുള്ള ശ്രദ്ധിക്കാത്ത മക്കളാണെങ്കിലും ആദ്യത്തെ ക്ലാസ് വളരെ ശാന്തമായി കേൾക്കും, അല്ലേ? അധ്യാപകൻ അങ്ങനെ ഒബ്സർവ് ചെയ്യും, നിരീക്ഷിക്കും. എന്നിട്ടോ അയാൾ ബെല്ലടിച്ച് ഓഫീസിലേക്ക് പോയ പിന്നെ അവിടെ ഒരു ചർച്ചയാണ്. കുട്ടികൾ എന്ത് പേര്, അദ്ദേഹത്തിൻ്റെ സംസാരം, ആക്ഷന്, അനക്കം എന്തെങ്കിലുമൊക്കെ കണക്കിലെടുത്ത് ഒരു പേര് പാസ്സാക്കും, ഒരു പേര് പറയും. ആ പേരവിടെ പ്രഖ്യാപിക്കപ്പെടും. റിട്ടയർമെൻറ്റ് വരെ ഈ സാധു അധ്യാപകൻ അറിയപ്പെടുക ആ പേരിലാണ്. ആ പേരില്ല, അയാൾ ഒറിജിനൽ പേരറിയില്ല. ഈ പേരിനാണ് അൽഖാബ് എന്ന് പറയാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ സാന്നിധ്യത്തിൽ വെച്ച് ഹഫ്സ ബീവിയെ കുറിച്ച് ഖുസൈറ എന്നൊരു പദപ്രയോഗം. ഖുസൈറ എന്നാൽ ഉയരം കുറഞ്ഞവൾ എന്നതിൻ്റെ അർത്ഥം. ആ സംസാരം കേട്ട സമയത്ത് പ്രവാചകന്റെ മുഖം വിവരണമായി. തഗയ്യറ വജു റസൂൽ, പ്രവാചകന്റെ മുഖം വിവരണമായി. ആയിഷ, നീ ഹഫ്സയെ കുറിച്ച് പറഞ്ഞ ആ ടൈറ്റിൽ പേരില്ലേ, അപരനാമമില്ലേ, ആ പേരെടുത്ത് നീ സമുദ്രത്തിലിട്ടാൽ സമുദ്രത്തിൻ്റെ വെള്ളത്തിൻ്റെ നിറം കംപ്ലീറ്റ് മാറിപ്പോകും. അത്രമാത്രം ഗാംഭീര്യതയുള്ള, കട്ടിയും കനവുമുള്ള, ഗൗരവമുള്ള പദപ്രയോഗമാണ് നീ ഹഫ്സയെക്കുറിച്ച് നിർവഹിച്ചത്. നീ ലാലിമത്താണ്, ഹഫ്സ മദ്ലൂമത്താണ്. ഹഫ്സ നിനക്കെതിരെ പ്രാർത്ഥിച്ചാൽ ഹഫ്സയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും, നിനക്കെതിരെ ആ പ്രാർത്ഥന ഫലിക്കും. അതുകൊണ്ട് നീ ആദ്യം ഹഫ്സയെ കണ്ട് മാപ്പ് ചോദിക്കണം. ഹഫ്സ നിനക്ക് മാപ്പ് തന്നാൽ മാത്രമേ അള്ളാഹ് നിന്റെ തൗബ സ്വീകരിക്കൂ. അള്ളാഹ് റസൂൽ ഇടപെടുക, ഇല്ലേ? ഫലാ തനാബസൂ ബിൽ അൽഖാബ്, നിങ്ങൾ അൽഖാബ് വിളിക്കാനേ പാടില്ല.
ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ. വിശ്വാസികളായ ശേഷം ടൈറ്റിൽ പേര് വിളിക്കുക എന്നത് എത്രമാത്രം മ്ലേച്ഛമായ പ്രവർത്തനങ്ങളാണ്. ആരെങ്കിലും അങ്ങനെ ഒരുത്തനെ വിളിച്ചുവെങ്കിൽ വമൻ ലം യതുബ്, അവനെ കണ്ട് മാപ്പ് ചോദിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, ആ വിളിക്കുന്ന ആളുകൾ ളാലിമീങ്ങളാണ്, വിളിക്കപ്പെടുന്ന ആളുകൾ മദ്ലൂമീങ്ങളാണ്. ഈ മദ്ലൂമീങ്ങളായ ആളുകൾ ഏതെങ്കിലും ഒരു സമയത്ത് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മളെന്താ വെച്ചാൽ നമ്മൾ ജനാസ മിഹ്റാബിൽ വെക്കും, മയ്യത്തെ മിഹ്റാബിൽ വെക്കും. എന്നിട്ട് നമ്മൾ പറയും, പ്രിയമുള്ളവരെ, ഇന്ന കുടുംബത്തിലെ വ്യക്തിയുടെ ജനാസയാണ് മുമ്പിലുള്ളത്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ ബാധ്യത മൂത്ത മകൻ ഏറ്റെടുത്തു. ക്ലിയർ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാനസികമായ പ്രയാസം ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ ആ മയ്യത്തിന് പുറത്തു കൊടുക്കണം എന്ന് പറയാറുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? ഈ മയ്യത്തിന് ഈ പള്ളിയിൽ ഒരുപാട് മദ്ലൂമീങ്ങൾ ഉണ്ട്, പുറത്തു കൊടുക്കണം എന്നതിൻ്റെ അർത്ഥം. പക്ഷേ പുറത്തു കൊടുക്കാം, കൊടുക്കാതിരിക്കാം, അങ്ങനെ പ്രഖ്യാപനം വേണ്ട എന്നൊന്നും എനിക്ക് അഭിപ്രായമല്ല. പക്ഷേ അള്ളാൻ്റെ പ്രവാചകൻ നിർവഹിച്ചത് ശരിക്ക് ജീവിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ആ മദ്ലൂമീങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ക്ലിയർ ചെയ്തത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ മരണപ്പെട്ട് തിങ്കളാഴ്ച രാവിലെയായിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് പ്രവാചകൻ പള്ളിയിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. ആ സംസാരത്തിൽ പറയുന്നുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തികമായി തരാൻ ഉണ്ടെങ്കിൽ ഇപ്പം പറയണം. ഒരാൾ ഒരു ദിർഹമിൻ്റെ കഥ പറഞ്ഞു. പ്രവാചകൻ ആ ദിർഹം കൊടുത്തത് ക്ലിയർ ചെയ്തു. ശാരീരികമായ മാനസികമായ എന്തെങ്കിലും പ്രയാസം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിൽ ഇപ്പം നിങ്ങൾ തുറന്നു പറയണം. ആ സമയത്ത് ഒരു കുട്ടിക്ക് പോലും പ്രവാചകനെക്കുറിച്ച് ഒരു ബ്ലാക്ക് മാർക്ക്, ഒരു കറുത്ത പോയിന്റ് ഉദ്ധരിക്കാനില്ലായിരുന്നു. എന്താ അർത്ഥം? ഒരു വ്യക്തിക്കും ഒരു ദുൽമും ഉണ്ടാക്കാതെ, ഒരു മദ്ലൂമിനെയും ഉണ്ടാക്കാതെ ജനങ്ങളുടെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ അള്ളാൻ്റെ പ്രവാചകന് സാധ്യമായി എന്നാണ് ആ ചരിത്രം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ മരിക്കേണ്ടത് എന്നർത്ഥം. ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ളാലിമീങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ദുൽമും ക്ലിയർ ചെയ്ത് സന്തോഷത്തോടുകൂടി റാഹത്തോടുകൂടി മരിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ ആ മദ്ലൂമിൻ്റെ പ്രാർത്ഥന നമുക്കെതിരെ ഫലിക്കും, തട്ടും എന്നാണ് അള്ളാഹിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അവസാനിപ്പിക്കാം. 3 പ്രാർത്ഥന. 1, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നിർവഹിക്കുന്ന പ്രാർത്ഥന. മാതാപിതാക്കൾ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റാവുന്ന പ്രവർത്തനവുമായി മക്കൾ മുന്നേറണം. ഒരിക്കലും എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ എൻ്റെ പേരിൽ കണ്ണീര് കുടിക്കരുത് എന്ന നിർബന്ധ ബുദ്ധി മക്കൾക്ക് വേണം. ആ നിലക്ക് അനുകൂലമായി മക്കൾക്ക് പ്രാർത്ഥന ലഭിക്കാൻ മക്കൾ പ്രവർത്തനം ക്രമീകരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. 2, യാത്രക്കാരൻ, നമ്മളൊക്കെ യാത്ര നിർവഹിക്കുന്നു. യാത്രയിൽ റബ്ബുമായി നമ്മുടെ ആവശ്യങ്ങൾ പങ്കുവെക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. 3, ഒരു മദ്ലൂമിനെയും സൃഷ്ടിക്കാതെ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാവിധത്തിലുള്ള ഇടപാടുകളും ക്ലിയർ ചെയ്ത് സംതൃപ്തിയോടുകൂടി മരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ നിലക്ക് മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് യാത്ര കൃത്യമായി ഉപയോഗപ്പെടുത്തി ഒരു മദ്ലൂമിനെയും സൃഷ്ടിക്കാതെ സംതൃപ്തിയോടുകൂടി ലോകത്തോട് വിട പറയാൻ നമുക്ക് കഴിയണം. ഇതാണ് ഈ പ്രാർത്ഥനയുടെ സാരാംശം. പ്രാർത്ഥന ഇല്ലെങ്കിൽ റബ്ബ് നിങ്ങളെ പരിഗണിക്കില്ല എന്ന ആയത്താണ് ഞാൻ ആമുഖമായി ഓതിവെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് യാത്ര ഇസ്ലാമികമായി ഉപയോഗപ്പെടുത്തി ഒരു ദുൽമും ഉണ്ടാക്കാതെ തൃപ്തിയോടുകൂടി ലോകത്തോട് വിട പറയാൻ കഴിയുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വഫുകൾ ഒന്നുകൂടെ ക്രമീകരിച്ചാൽ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് ഗ്യാപ്പുകളൊക്കെ ഒന്ന് പൂർത്തിയാക്കിയിട്ട് ഒന്നും കൂടി മുന്നോട്ട് കയറിയിരുന്നാൽ അതിൻ്റെ ഒരു ക്രമീകരണത്തിനൊരു ഭംഗിയുണ്ടാകും ഇൻഷാ അല്ലാഹ്.
കുടുംബസമേതം സൽക്കാരത്തിന് പോകാറുണ്ട് നമ്മൾ. കുടുംബസമേതം കല്യാണത്തിന് പോകും, ഷോപ്പിങ്ങിന് പോകും, ടൂറ് കുടുംബസമേതം പോകും. എല്ലാം അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ കുടുംബസമേതം സ്വർഗത്തിൽ പോകേണ്ടവരുമാണ് നമ്മൾ. സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഉപ്പ, ഉമ്മ, ഭാര്യ, മക്കൾ അവരുടെ സാന്നിധ്യത്തിൽ സന്തോഷത്തോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരും പ്രവർത്തിക്കേണ്ടവരുമാണ് നമ്മൾ. ഇന്ന് കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമോ എന്ന ആശങ്ക വർദ്ധിക്കുന്നൊരു കാലഘട്ടമാണ്. അത് വെറുതെ ആവൂല. കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ കുടുംബത്തെ ആദർശപരമായും സാൻമാർഗികപരമായും ഒരു അഴിച്ചുപണി നിർബന്ധമായും നിർവഹിക്കേണ്ടതുണ്ട്. പണ്ടൊക്കെ ഖുർആൻ പാരായണം കൊണ്ട് വായന തുടങ്ങുന്ന കുടുംബമുണ്ടായിരുന്നു. നേരത്തെ ഉറങ്ങുന്ന, നേരത്തെ എഴുന്നേൽക്കുന്ന കുടുംബമുണ്ടായിരുന്നു. ഉപ്പയും ഉമ്മയും പറഞ്ഞത് മക്കൾ കേൾക്കുന്ന അച്ചടക്കമുള്ള കുടുംബമുണ്ടായിരുന്നു. കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് ഒരു തീന്മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കുന്ന, ദീനീ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കുടുംബമുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ കുടുംബത്തിൽ ക്രമേണ ഇല്ലാതെയാവുകയാണ്. ഭക്ഷണം കഴിക്കുന്നത് വിവിധ സമയങ്ങളിൽ, വരുന്നതും പോകുന്നതും കാണുന്നില്ല. ഷെയറിംഗ് ഇല്ല, പങ്കുവെക്കലുകളില്ല, പരസ്പരം മുഖത്തോട് മുഖം നോക്കിയുള്ള സംസാരമില്ല. ഇതൊരു വലിയ പ്രയാസമാണ്. നമുക്ക് നമ്മുടെ പഴയ കുടുംബ പാരമ്പര്യം തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഒരുമിച്ച് സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം ഇല്ല എങ്കിൽ പ്രിയമുള്ളവരെ, പിന്നെ സമ്പത്ത് കൊണ്ട്, ദുനിയാവ് കൊണ്ട് ഒരു കാര്യമില്ല. കുടുംബത്തെ തിരിച്ചു പിടിക്കണം. കുടുംബത്തിൻ്റെ സന്തോഷമാണ് വലിയ സന്തോഷം. ഇന്ന് കുടുംബത്തിൽ ആത്മഹത്യകളുണ്ട്, ഒളിച്ചോട്ടമുണ്ട്. ഇതിലൊക്കെ കാരണങ്ങൾ പലതാണ്. ഇതൊക്കെ ഒഴിവായി സന്തോഷവും ആനന്ദവും പങ്കിടുന്ന കുടുംബമായി നമ്മുടെ കുടുംബം മാറണം എന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ പ്രസ്ഥാനം കുടുംബം സ്വർഗ കവാടം എന്ന ഒരു കുടുംബ പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് തുടങ്ങുകയാണ്. അടുത്ത വെള്ളിയാഴ്ചയാണ് അതിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മൾ ഏതെങ്കിലും ജില്ലയിലേക്കോ ഏതെങ്കിലും പ്രദേശത്തേക്കോ വണ്ടി വിളിച്ച് പോകേണ്ടതില്ല. സാമ്പത്തികമായ ചെലവില്ല. അതിൻ്റെ ഉദ്ഘാടനം ഞാനടക്കമുള്ള ഖുതുബ കേൾക്കുന്ന നമ്മുടെയൊക്കെ തന്നെ വീടുകളിലാണ്. 5 പൈസയുടെ ചിലവില്ലാത്ത ഉദ്ഘാടനങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച ഒക്ടോബർ 10 വെള്ളിയാഴ്ച രാത്രി 8:30 മുതൽ 9:30 വരെയാണ്. ജമാഅത്ത് 8:30 മുമ്പ് കഴിയും. 8:30 മുതൽ 9:30 വരെ 1 മണിക്കൂർ ഇൻഷാ അല്ലാഹ് നമ്മുടെ കുടുംബത്തിൽ ഒരുമിക്കുകയാണ്. ഓരോ കുടുംബത്തിലെ മെമ്പർമാരും കുടുംബത്തിൽ ഒരുമിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? ഒരാൾ ഇൻഷാ അല്ലാഹ് ഖിറാഅത്ത് ഖുർആൻ പാരായണം ചെയ്യും. മുതിർന്ന ഒരാൾ നമ്മൾ ഒരുമിച്ച് നമ്മുടെ ഗ്യാതറിങ്ങിൻ്റെ കൂട്ടായ്മയുടെ ഉദ്ദേശം ഒന്ന് വിശദീകരിക്കും. എന്തൊക്കെയാണ്? അതിൽ പല ചർച്ചകളുണ്ടാകും. ഭക്ഷണത്തിൻ്റെ രീതി, വ്യായാമം, പിന്നെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, പഠനം, ക്യാമ്പസ്, പ്രണയം, ഇതൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം വിശദീകരിക്കും. 20 മിനിറ്റ് ഒരു പണ്ഡിതൻ്റെ വീഡിയോ പ്രഭാഷണം ഉണ്ടായിരിക്കും. ഗസയെ ചേർത്ത് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിജ്ഞയുണ്ടായിരിക്കും. ഒരു കുടുംബ ഗാനം വീഡിയോ വഴി കേൾക്കാനുള്ള അവസരമുണ്ടായിരിക്കും. അവസാനം ആ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ പേരുകൾ പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പിരിയുന്ന ഒരു കുടുംബ സംഗമം എല്ലാ വീടുകളിലും ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച 8:30 മുതൽ 9:30 വരെ നിർവഹിക്കാൻ ഉള്ളൊരു പ്ലാനിങ് ഇൻഷാ അല്ലാഹ് മുമ്പിലുണ്ട്. പള്ളിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാരവാഹികളോട് അതിൻ്റെ പ്രോഗ്രാം വാങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാ കുടുംബത്തിലും പ്രിയമുള്ളവരെ
1 മണിക്കൂർ, എന്നിട്ട് നമ്മൾ നന്ദിക്ക് ശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ആ കുടുംബത്തിൽ പിന്നെ ഒളിച്ചോട്ടമില്ല. ആ കുടുംബത്തിലെ ടീനേജ് പ്രായത്തിൽപ്പെട്ട ആണും പെണ്ണും അന്യ മതക്കാരെ പോയി കെട്ടിക്കൊണ്ടുവരുന്ന പ്രണയം വേണം. പ്രണയം എപ്പോഴാണ് വേണ്ടത്? ദാമ്പത്യത്തിന് ശേഷമാണ് പ്രണയം വേണ്ടത്. പക്ഷേ ഇന്നത്തെ പ്രണയം ദാമ്പത്യത്തിന് മുമ്പാണ്. അതാ വിഷയം. എല്ലാ വിഷയത്തെയും നമ്മൾ മക്കൾ ന്യായീകരിക്കുക. എന്താ പ്രശ്നം? എന്താ സെൽഫി എടുത്താൽ, എന്താ കറങ്ങിയാൽ, എന്താ നോക്കിയാൽ സൗഹൃദമല്ലേ, ഫ്രണ്ട്ഷിപ്പല്ലേ എന്ന ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണ് എല്ലാ സംഗതികളും നടക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഫ്രണ്ട്ഷിപ്പ്, എന്താണ് കുടുംബബന്ധം, എന്താണ് രക്തബന്ധം, എന്താണ് ആദർശബന്ധം, ചങ്ങാത്തം എങ്ങനെയായിരിക്കണം, അതൊക്കെ ആ മീറ്റിൽ കൃത്യമായ ചർച്ചയ്ക്ക് വിധേയമാവണം. ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ കുട്ടി ഒരിക്കലും തെറിച്ചു പോകില്ല. അവസാനം ഈ കുടുംബ സംഗമത്തിൻ്റെ സമ്മാനം എന്തായിരിക്കും അറിയങ്ങൾ? എന്താ അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും അറിയങ്ങൾ? നമുക്ക് നമ്മുടെ മക്കളെ തിരിച്ചു കിട്ടും. കുടുംബത്തിലേക്ക് നേരത്തെ വരാൻ നമുക്ക് ആഗ്രഹമുണ്ടാകും. കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ട്രാക്കിലേക്ക് മക്കൾ വരും. നമ്മൾ സ്നേഹിക്കുന്ന മക്കളായി വരും. നമ്മൾ അസുഖമായി കിടന്നാൽ മക്കൾ ചികിത്സിക്കും, മയ്യത്ത് കുളിപ്പിക്കും. ഇന്ന് മയ്യത്ത് കുളിപ്പിക്കാൻ മക്കളെ കിട്ടുന്നില്ല. മയ്യത്ത് കുളിപ്പിക്കാൻ ആൾക്കാരെ തരിക കിട്ടുന്നില്ല. മയ്യത്ത് കുളിപ്പിക്കാൻ മക്കളെ കിട്ടും. മയ്യത്തിന് ഇമാമത്ത് നിൽക്കാൻ മക്കളെ കിട്ടും. ഞാനൊരു സംഗതി ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഏതാ പ്രദേശത്ത് ചോദിക്കരുത്. മകനെക്കുറിച്ച് ഭയങ്കര അഭിപ്രായമുള്ളൊരു പിതാവ് എപ്പോഴും അങ്ങാടിക്ക് ഇറങ്ങിയാൽ മകൻ്റെ ശമ്പളം, അവൻ്റെ 100 നാവ് അവനെക്കുറിച്ച് പറയാൻ. പക്ഷേ ബാപ്പ മരണപ്പെട്ടു. 4 മണിക്കൂർ കഴിഞ്ഞു, മോനെത്തി. അവസാനം ഉപ്പാക്ക് കൊടുക്കാനുള്ള സമ്മാനം എന്താ? ബാപ്പാക്ക് വേണ്ടി ഇമാമത്ത് ആണല്ലോ. ബാപ്പാനെ മയ്യത്ത് മിഹ്റാബിലേക്ക് വെച്ചു. മകൻ നേരെ മുമ്പിലേക്ക് നിന്ന് അള്ളാഹു അക്ബർ കെട്ടി. പിന്നെ ഒരു മിണ്ടാട്ടുമില്ല. സലാം അടക്കം ചെയ്തു. ആളുകളൊക്കെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. മുഅദ്ദിൻ നേരെ മുന്നോട്ട് കയറിയിട്ട് മൈക്ക് ഇങ്ങനെ കൊട്ടിയിട്ട് പറഞ്ഞു, പ്രിയമുള്ളവരെ ഒന്നും കൂടെ സഫ് ക്രമീകരിക്കുക, ഒന്നും കൂടെ നിസ്കരിക്കണം എന്ന്. മകനെ എല്ലാം അറിയാം, IT അറിയാം, വിവരസാങ്കേതിക എല്ലാം ക്ലിയറാണ്. പക്ഷേ അനിവാര്യമായും തൻ്റെ ഉപ്പയെ പരലോകത്തേക്ക് യാത്ര അയക്കുന്ന വിഷയത്തിൽ മകൻ പരാജയപ്പെട്ടു. ഇങ്ങനെ നമ്മളെ പരലോകത്തേക്ക് യാത്ര അയക്കുന്ന വിഷയത്തിൽ മക്കൾ പരാജയപ്പെടാതിരിക്കാൻ, നമ്മുടെ ഖബറിലേക്ക് മയ്യത്തിനെ ഇറക്കി വെക്കാൻ, മക്കളെ പ്രാപ്തരാക്കാൻ വേണ്ടി കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പ്രിയമുള്ളവരെ. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് അടുത്ത വെള്ളിയാഴ്ച പറഞ്ഞാൽ നമുക്ക് ഒരുങ്ങാൻ പറ്റില്ല. അവിടെ ഒന്ന് തന്നെ പറഞ്ഞത്, നേരത്തെ പ്ലാൻ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമ്മളിതിനെ ക്രമീകരിക്കുക, മക്കളെ ചേർത്ത് പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളുടെ കൂടെ സന്തോഷം പങ്കിട്ട് കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അപാകതകളും പാളിച്ചകളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. മക്കളുടെ കൂടെ ജീവിച്ച് കളിച്ച് സന്തോഷം പങ്കിട്ട് അവരെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് തമ്പുരാനെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് യാത്ര കൃത്യമായി ഉപയോഗപ്പെടുത്തി ആരെയും പ്രയാസപ്പെടുത്താതെ റാഹത്തോടു കൂടി മരിക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് തമ്പുരാനെ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും നീ കാത്തു രക്ഷിക്കണമെന്ന് തമ്പുരാനെ. ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിൽ നമ്മുടെ ഒരു പ്രവർത്തകൻ, ഒരു പണ്ഡിതൻ കൂടിയാണ്. അദ്ദേഹം രാവിലെ 5-8 വീടുകളിൽ പോയിട്ട് പ്ലസറഹമുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട ആളുകൾക്ക് വീട് വെക്കാനുള്ള കലക്ഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലായിരുന്നു. ഇന്നലെ ഉച്ചവരെ. രാത്രി അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഇത്ര നൈമിഷികമാണ് ജീവിതം. നെറ്റിയിൽ വിയർപ്പ് കണങ്ങളുമായി മരിക്കാനുള്ള ഭാഗ്യം. ഇതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മജീദ് മാഷ് മരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തോട് ഡ്യൂട്ടികൾ നിർവഹിച്ച് ബാധ്യതകൾ നിർവഹിച്ച് സംതൃപ്തിയോടുകൂടി ലോകത്തോട് വിട പറയാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹുവെ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് തമ്പുരാനെ. പരീക്ഷണത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമെന്ന് തമ്പുരാനെ. അസുഖം വരുന്നതിന് മുമ്പ് ആരോഗ്യത്തെ നിൻ്റെ മാർഗത്തിൽ അടയാളപ്പെടുത്തി
ലോകത്തോട് വിട പറയാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം തമ്പുരാനെ. ഗസ കണ്ണീരും ചോരയും ഒഴുകുകയാണ് പടച്ചവനെ. പ്രതീക്ഷയുണ്ട് ദർവീഷ് പറഞ്ഞ പോലെ. അതുകൊണ്ട് സമാധാനം തിരിച്ചു പിടിക്കാനും ആശ്വാസത്തിൻ്റെ വായു ശ്വസിക്കാനുമൊക്കെയുള്ള ഒരു മാനസികാവസ്ഥ നൽകി അവരെ ഞാൻ അനുഗ്രഹിക്കണമെന്ന് തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലിൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാദിൽ ഹജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ